നേരെ താഴോട്ട് ഒരു 3 ഇഞ്ച് ഏകദേശം കറക്റ്റാക്കിയിട്ട് കണക്കാക്കിയിട്ട് ഒരു മാർക്ക് കൊടുക്കുക. ഇവിടെ ഒരു മാർക്കിട്ട് നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് നോക്ക് 13.5 ഇഞ്ച്, 1 ഇഞ്ച് തുമ്പ് കൂട്ടിയിട്ട് 14 ഇഞ്ച് നേരെ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്കിന് താഴെ നമുക്ക് താഴെ എൻഡിൽ മടക്കിയെടുക്കാൻ 1 ഇഞ്ച് 1/2 ഇഞ്ച് മതി. 1 ഇഞ്ച് തുമ്പ് പുറത്തോട്ട് തള്ളിയിട്ടിട്ട് ഒരു മാർക്ക് കൊടുക്കുക. നമ്മുടെ സ്ലീവിന്റെ താഴെ ലൂസാണ് 10.5 ഇഞ്ച്. അപ്പോൾ 10.5 എന്ന് പറയുമ്പോൾ 5.25 ഇഞ്ച് ലൂസ്. പിന്നെ മുട്ട് ലൂസ് വേണമെങ്കിൽ ഇതിലെടുത്തിട്ടില്ല. 36 ചെസ്റ്റ് വരുന്ന ഒരാൾക്ക് 12.5 ഇഞ്ച് മുട്ട് ലൂസ് വരും. 12 മതി. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച്. ഇനി റിഗാർഡ് നമ്മൾ 15 ഇഞ്ചാണ് റിഗാർഡ്. 15 ഇഞ്ച് റിഗാർഡ് ഇതാ നമ്മൾ ഈ എൻഡിൽ നിന്ന് മാർക്കിന്ന് നേരെ ക്രോസ് ആയിട്ട് നമ്മൾ ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ല അടുത്തോട്ട് ക്രോസ് ആയിട്ട് പിടിച്ച് നോക്കുക. പിടിച്ച് നോക്കിയിട്ട് ഇതാ കറക്റ്റായിട്ട് 16 ഇഞ്ച് റിഗാർഡ് അവിടെ മാർക്ക് കൊടുക്കുക. ഇനി നമ്മൾ ഷേപ്പ് സ്കെയിൽ എടുത്തിട്ട് ഇതാ ഇത് കറക്റ്റായിട്ട് ഷേപ്പ് ആയിട്ടുണ്ട് മാർക്ക് ചെയ്ത്. ഇനി ഇതിനെ ശ്രദ്ധിക്കേണ്ടത് 2 ഇഞ്ചോളം നമ്മൾ സ്റ്റഡി ആയിട്ട് ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നിന്നിട്ടാണ് നമുക്ക് കൈ ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. തുമ്പ് പുറത്തോട്ടിടണം. നമ്മൾ ബോഡി പീസിലെടുത്ത് അതേപോലെ തന്നെ 1.5 ഇഞ്ച് തുമ്പും പുറത്തോട്ട്, ഏകദേശം 1.5 ഇഞ്ച് തുമ്പും പുറത്തോട്ട് ഇട്ടിട്ട് ഇവിടെ നമുക്ക് മടക്കിയെടുക്കാൻ ഒരു വിട്ടിട്ട് ഇനി അതേ 2 ഇഞ്ചിന് വേണം നമ്മൾ കൈക്കുഴി ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വിട്ടാണ്ട് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വിട്ടിതാ റിഗാർഡിന്റെ ഒക്കെ എത്തുമ്പോഴേക്ക് നേരെ പീസിനോട് ഒപ്പം പൊരിയുന്നതാണ്. പീസ് ഒന്ന് സ്ലീവിന്റെ കട്ടിങ് കഴിഞ്ഞു. ലൈനിങ് കട്ടിങ് കഴിഞ്ഞു. മെയിൻ പീസ് വെച്ച് വെട്ടണം. മെയിൻ പീസ് വെട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തൽക്കാലം ലൈനിങ് ഒക്കെ മാറ്റി വെക്കുക. ഇനി മെയിൻ പീസ് വെക്കുക. മെയിൻ പീസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതല്ല, ഇതിന് ഡോട്ട് വർക്കുകളുണ്ട്. അപ്പോൾ ഈ വർക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്കുകൾ കുത്തനെ വരങ്ങനൊക്കെ പോകും. അത് പോകരുത്. ഇതിനെന്തോ ഒരു പേരാണ് പറഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നില്ല. ആ സാധനങ്ങൾ കീറി പോകും. ആ പോണ രീതിയിൽ തന്നെ നമ്മൾ കിട്ടിക്കണം. തുണി ഫുള്ളും പോയിട്ട് നോക്കണ്ട, ലൈനിങ്ങിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. അത് അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇത് ഏകദേശം നമ്മൾ ബോഡി പീസ് ലൈനിങ് പീസ് വെച്ച് നോക്കുക. തുമ്പ് ബോഡി പീസിൽ ലൈനിങ്ങിൽ ഇട്ടിട്ടുണ്ട് നമ്മള്. അപ്പൊ അതേ സ്ഥലത്ത് കറക്റ്റാക്കിയിട്ട് തുണി വേസ്റ്റ് ആക്കി കളയാതെ ലൈനിങ്ങിന് കറക്റ്റ് ആക്കിയിട്ട് മടക്കി കൊടുക്കുക. ഇനി കറക്റ്റ് ബോഡി പീസിനോടൊപ്പം കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ കഴുത്തിപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാൻവാസ് ഇട്ടിട്ട് അടിച്ച് മറിക്കും. ബോഡി മേലെ ഒരിക്കലും കഴുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞു ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ലൈനിങ്ങിന് കുഴപ്പമൊന്നും കട്ട് ചെയ്യും. കഴുത്ത് നമുക്ക് കട്ട് ചെയ്ത് മെയിൻ പീസ് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കും. ഫ്രണ്ടിന് മാറ്റി വയ്ക്കുക. ഇനി അതേ ഡോട്ടലിന് അതുപോലെ തന്നെ ലൈനിങ് തിരിഞ്ഞു പോയത്, അതായത് തിരിഞ്ഞു പോയത് നമ്മൾ ഇങ്ങനെ താഴ്ത്തുന്നതിനുണ്ടല്ലോ, വീടിന് പകരം ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ വർക്ക് കുത്തനായിരിക്കും. അതാണ് നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ തന്നെ എടുക്കണം. ഫ്രണ്ടിനെക്കാളും നമ്മൾ ബുക്കിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് കൂട്ടുന്നുണ്ട് ബാക്കിൽ. ബാക്കിന്റെ അതിൻ്റെ കൂട്ടിയിട്ട് വേണം നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കാൻ. ഇതുതന്നെ രണ്ട് കഷ്ണം പോലെ തന്നെ ലൈനിങ് കട്ട് എടുക്കുക. ബാക്കിലും കഴുത്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ബാക്ക് പീസ് ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കിൽ ടെക്ക് വരയ്ക്കാനുണ്ട്. ഫ്രണ്ട് കയറി അത്ര തന്നെ ബാക്കിൽ ടെക്കിന്റെ ഇടണ്ട. ടെക്ക് നമ്മൾ ഫ്രണ്ടില് ഡോട്ട് പോയിന്റിൽ കണക്കാക്കിയിട്ടാണ് എടുത്തത്. അത്ര വേണ്ട. നമുക്കൊരു 5 ഇഞ്ച് 5 ഇഞ്ചൊക്കെ കിട്ടിയാൽ മതി. നേരെ സെന്ററിലൊരു എടുക്കുക. നേരെ സെന്റർക്ക് ബാക്കില് റിഗാർഡിന് ടെക്ക് വരുന്നുണ്ട്. ബാക്കില് താഴെ ടെക്ക് മാത്രമേ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് മാറ്റി വെച്ച് നേരെ കൈ സ്ലീവ് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ടത് വർക്ക് നോക്കിയിട്ട് തന്നെ എടുക്കണം.
തുണിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. വർക്ക് നോക്കുന്നു. അപ്പൊ സ്ലീവിന് മെയിൻ പീസ് മടക്കേണ്ടത് ആണ് കാണിക്കുന്നത്. മടക്കുന്നത് എങ്ങനെയാണ് ശ്രദ്ധിക്കുക. വർക്ക് കണ്ട വർക്ക് ഇങ്ങനെ തന്നെ വരണം. ഇനി 4 ആയിട്ട് മടക്കില്ല. അതായത് 2 ഡബിൾ സ്ലീവ് ആണ് ഒരുമിച്ചാണ് ഇപ്പൊ നമ്മൾ മടക്കി കൂട്ടിയിരിക്കുന്നത്. 2 സ്ലീവ് ഇതിൽ കിട്ടും. ഇനി നേരെ ഫ്രണ്ടൊക്കെ വെട്ടുന്ന പോലെ തന്നെ സ്ലീവിന്റെ ലൈനിങ് വെച്ച് കൊടുക്കുക. കുറച്ച് തുണി അങ്ങോട്ട് കയറിയിട്ടുണ്ട്, അതിനെ കുറച്ചും കൂടെ ഇങ്ങോട്ട് വലിച്ചിട്ട് കറക്റ്റ് ആക്കില്ല. അപ്പൊ തുണി നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ബാലൻസ് ആയി കിട്ടും. ഇവിടെ ഒപ്പാക്കുക, ഇവിടെ തുമ്പൊപ്പല്ലേ നോക്കുക, കറക്റ്റ് ആക്കി അതാ ലൈനിങ്ങിനോട് ഒപ്പം തന്നെ വഹിച്ചിട്ട് പോയി. പോസ്റ്റ് ബാക്കിയുണ്ട്. അപ്പൊ നമ്മള് സ്ലീവ് വെട്ടി എടുത്തിട്ടുണ്ട്. മെയിൻ പീസ് ലൈനിങ്ങിനോടൊപ്പം മെയിൻ പീസ് വെട്ടിക്കഴിഞ്ഞു. അപ്പൊ നല്ലൊരു ബ്ലൗസിന്റെ കട്ടിങ് ആയിരുന്നു കാണിച്ചത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. കട്ടിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ സ്റ്റിച്ചിങ് നെക്സ്റ്റ് വീഡിയോയിലൂടെ, അടുത്ത വീഡിയോയിലൂടെ സ്റ്റിച്ചിങ് കാണിച്ചു തരാം. ബൈ.